പലിശ നിരക്ക് കണ്ടുപിടിക്കുന്നതിനുള്ളൊരു ചോദ്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കാം. ഒരു മുതലിന് ഒരു വർഷം കഴിയുമ്പോൾ 125 രൂപ പലിശ ലഭിക്കും. രണ്ടാം വർഷ അവസാനം 150 രൂപ പലിശ ലഭിച്ചാൽ പലിശ നിരക്ക് എത്ര? ഇപ്പോൾ സാധാരണയായിട്ട് മുതലും പലിശയും തന്നിട്ടുണ്ടെങ്കിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പലിശ ഡിവൈഡഡ് ബൈ മുതൽ ഇൻറ്റു 100. ഇവിടെ നമുക്ക് പലിശയും കൂട്ടുപലിശയും അറിയാം. പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമുക്ക് പലിശയായിട്ട് ലഭിച്ചത് 125 രൂപയാണ്. രണ്ടാമത്തെ വർഷം അത് 150 രൂപയായി മാറി. അതിനർത്ഥം 125 രൂപ കൂടി ആ മുതലിനോടൊപ്പം ചേർന്നപ്പോൾ 125 രൂപയ്ക്ക് കിട്ടിയതാണ് 25 രൂപ അധികമായി കിട്ടിയ പലിശ. അപ്പോൾ നമുക്കിവിടെ ആ കൂടുതലായിട്ട് കിട്ടിയ 25 രൂപ, അതായത് കൂട്ടുപലിശ, ആ പലിശയെ നമുക്കവിടെ പലിശയായിട്ട് കൺസിഡർ ചെയ്യാം. മുതലെന്ന് പറയുന്നത് ആ വർഷത്തെ പലിശയെ നമുക്ക് മുതലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 25 ഭാഗം 125, അതിനെ 100 കൊണ്ട് കുടിക്കുക, റേറ്റ് കണ്ടുപിടിക്കുക. 125 100 കൂടി വെട്ടി 5 4, 5 25 വെട്ടി 5 4 20. അപ്പോൾ 20% പലിശ നിരക്ക്.